ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വെള്ളയപ്പമാണ്. അപ്പോൾ ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരി വെച്ചിട്ടാണ് ഈ വെള്ളയപ്പം ഉണ്ടാക്കിയേക്കുന്നത്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞാനിവിടെ ഒരു തേങ്ങയുടെ വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇനി ഈ തേങ്ങയുടെ വെള്ളത്തിലോട്ട് കുറച്ച് ഈസ്റ്റ് ഇടുന്നുണ്ട്. കുറച്ചിട്ടാൽ മതി. ഞാൻ ആ ഈസ്റ്റിൻ്റെ കുപ്പിയുടെ മൂടി തന്നെയാണ് അത് അളന്നെടുത്തത്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ടാണ്. അത് കുറച്ച് നേരം അനക്കാതെ വെച്ചേക്കാം. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് നേരം അതൊന്ന് വെക്കാം. പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയെടുക്കണം. പിന്നെ പച്ചരി ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച പച്ചരി, അരമുറി തേങ്ങ ചിരകിയെടുത്തതാണ്. പിന്നെ ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ അതെടുക്കാം. വൈറ്റ് കളറുള്ള ചോറാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ആ തേങ്ങാവെള്ളം കണ്ട ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി അരച്ചെടുക്കാം. പച്ചരി ഇത് റേഷൻ അരിയാണ് കേട്ടോ, റേഷൻ പച്ചരിയാണ്. അത് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തേങ്ങ, എല്ലാം കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ തേങ്ങാവെള്ളം, പിന്നെ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഡ്ഡലിക്ക് അരക്കണ പോലെ വേണ്ട, ഇതേപോലെ ലൂസായിട്ട് മതി. ഞാൻ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു 3 മണിക്കൂർ വെച്ചു. അപ്പോൾ നല്ലവണ്ണം പൊങ്ങി പുറത്തോട്ടൊക്കെ ഒഴുകിയായിരുന്നു. അപ്പോൾ അത്രയൊന്നും വേണ്ട, സത്യം പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ വെച്ചാൽ മതി. ഇതെടുത്തിട്ടുള്ളത് നമ്മുടെ കറി ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. പൊട്ടറ്റോയും ടൊമാറ്റോയും വെച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ അതിന് വേണ്ടി പൊട്ടറ്റോ പുഴുങ്ങി നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ടൊമാറ്റോയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. അത് കഴിഞ്ഞ് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അത് നല്ലോണം വഴറ്റിയ ശേഷം കുറച്ച് പച്ചമുളക്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവിടേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് ഒരു സവാള എടുത്തേക്കുന്നത്. കൂടുതലുണ്ടെങ്കിൽ കൂടുതലിടാം. അപ്പം നല്ലോണം കൊഴുപ്പുണ്ട്. ഒരു സവാള എടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുവിധം ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഒന്ന് സവാളക്കൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് മസാലപ്പൊടി മഞ്ഞൾപ്പൊടിയുമാണ് കേട്ടോ. ഞാൻ കോഴി മസാലയാണ് എടുത്തത്. പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുക. 2 തക്കാളി എടുത്തിട്ടുണ്ട്, ചെറുതാക്കി അരിഞ്ഞത്. നല്ലോണം വഴറ്റിയ ശേഷം കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. തക്കാളി നല്ലോണം ഒന്ന് വെന്ത് വരണം. അതിനുശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് ഒന്നെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. നമ്മുടെ മാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു അപ്പച്ചട്ടി ചൂടാക്കിയിട്ട്, കണ്ടോ ഇതൊക്കെ പൊന്തി പുറത്തോട്ട് പോയതാണ് കേട്ടോ. ഒരു അപ്പച്ചട്ടി നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. ചൂടായ ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി അതൊന്ന് അടച്ച് വെച്ച്
വേവിച്ചെടുക്കാം. നമ്മുടെ റേഷൻ പച്ചരി കൊണ്ടുള്ള സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ്. നമുക്ക് ഇഷ്ടമില്ല, ബീഫിൻ്റെ ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ്സ് അറിയിക്കുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഓൾ.